ബാർസലോണയിലുള്ള അതിമനോഹരമായ സാൻ സെബാസ്റ്റ്യാനോ ചർച്ചാണിത്. ക്രിസ്മസിൻ്റെ ഒരു കാലം കൂടിയാണ്. ഇപ്പോൾ ഡിസംബറിൽ 14-ാം തീയതിയാണ്. കഷ്ടി 10 ദിവസം കൂടി മാത്രം ക്രിസ്മസിനെ അവശേഷിക്കെ ഈ പള്ളിയിൽ അതിമനോഹരമായിട്ടൊരു ക്രിസ്മസ് പുൽക്കൂട് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. അതിമനോഹരമായ ഈ പള്ളിയിൽ നല്ല ഛായാചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുകളിൽ യേശുവിൻ്റെ ലാസ്റ്റ് സപ്പറിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ആണെന്ന് തോന്നുന്നു എനിക്ക് കാണുമ്പോൾ. അപ്പം മുറിച്ച് വെച്ചിട്ടുള്ളത് കാണാം. അതിമനോഹരമായ ഒരു പള്ളി. ഈ പള്ളിയിൽ ഇപ്പോൾ ഒരു മാമോദീസ നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഫങ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത്. സെബാസ്റ്റ്യാനോസ് പുണ്യാളൻ്റെ ഒരു രൂപം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു പെരുന്നാൾ സെബാസ്റ്റ്യാനോസ് പുണ്യാളൻ്റെ അമ്പ് പെരുന്നാളാണ്. ഇതാണ് ക്രിസ്മസ് കൂട്. ഇവിടെ നമുക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതായിട്ട് ഉള്ള ഒരു ഇത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു കിണർ. രാജാക്കന്മാരും ആട്ടിടയന്മാരും യേശുവിൻ്റെ ജനനത്തിനായിട്ട് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം വഴി കാണിച്ചുകൊണ്ട് ആ നക്ഷത്രം എത്തി നിന്നത് ജെറുസലേമിലെ ബത്ലഹേം പുൽക്കൂട്ടിലാണ്. ഇവിടെ യേശുവിൻ്റെ ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന ഒരു റൂമാണ്. വളരെ പാവനമായ ഒരു സ്ഥലമാണിത്. യേശുവിൻ്റെ ദിവ്യകാരുണ്യം സ്ഥിതി ചെയ്യുന്ന ഒരു ചാപ്പലാണിത്. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം അതിമനോഹരമായ പള്ളിയുടെ ഒരു പ്രൗഢമായ ഒരു ബസിലിക്കയാണിത്. സാൻ സെബാസ്റ്റ്യാനോ ചർച്ച്. ചുവരിലെല്ലാം വളരെ മനോഹരമായ ചുവർച്ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുകളിൽ ഗ്ലാസിൽ അതിമനോഹരമായ ചിത്രങ്ങൾ ഈ പള്ളിയുടെ എല്ലാ ഭാഗത്തും അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിമനോഹരമായ ഛായക്കുട്ടുകൾ കൊണ്ട് നിർമ്മിച്ച ചിത്രങ്ങൾ ഗ്ലാസിലും ചുമരിലും കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെതായ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.